നമസ്കാരം. ഞാൻ അശോക് നാരായൺ. നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും, അല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ലഭിച്ചിട്ടുമുണ്ടാകും. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അത് സാധ്യമാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ഒരു നല്ല ജോലി വേണം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നതായിരിക്കും. ഇതൊക്കെ മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഹാക്കാണ്. എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ അത്ഭുതകരമായ വേഗതയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നതിൻ്റെ ശാസ്ത്രമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും ശാസ്ത്രത്തിന് പോലും പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. അതുപോലെ ചില പ്രപഞ്ച നിയമങ്ങളുണ്ട്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറും. വീഡിയോ അവസാനം വരെ കാണണം. കാരണം നിങ്ങളുടെ ചിന്തകളെ അടിമുടി മാറ്റാൻ പോകുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിതിൽ പറയാൻ പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ പ്രതീക്ഷകളുടെ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒരു ഫലമാണ്. നിങ്ങൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെയാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രതീക്ഷ എന്താ? ഒരു 2 വീലർ വാങ്ങണം എന്നുള്ളതായിരിക്കും, അല്ലേ? കാരണം അത് സാധ്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ലാൻഡ് റോവർ കാറ് സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സ് അതിനെ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. ഇവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കിൻ്റെ തന്നെ പ്രസക്തി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതുണ്ട്. വെറുതെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല. അത് നടക്കും എന്ന് ഉറപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഊർജ്ജനില അല്ലെങ്കിൽ എനർജിയുടെ ഫ്രീക്വൻസി കൃത്യമായിട്ട് മാറുന്നത്. ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു ഡയറി എടുക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധ്യമാവേണ്ടത് അത് പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനെ പ്രസൻറ്റ് ടെൻസിൽ അതിലെഴുതി വയ്ക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ജോലിയാണ് വേണ്ടത് എങ്കിൽ ദൈവത്തിന് നന്ദി, എൻ്റെ സ്വപ്ന ജോലി എനിക്ക് ലഭിച്ചതിന്. ഇനി ഒരു പക്ഷേ ലഭിച്ചതിന് നന്ദി എന്ന് എഴുതാൻ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ലോജിക് മൈൻഡ് അനുവദിക്കില്ല. കാരണം എനിക്ക് ജോലി ലഭിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ലഭിക്കും? ലഭിച്ചു എന്ന് ഞാൻ എഴുതും വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ലോജിക് മൈൻഡിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ കൂടി ഒന്ന് തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് എൻ്റെ സ്വപ്ന ജോലി വളരെ വേഗം ലഭിക്കുന്നതിന് നന്ദി, അതിൽ ഞാൻ സന്തോഷവാനാണ് അഥവാ സന്തോഷവതിയാണ് എന്ന് എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് അതേ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അവിടെ ഒരു കുഞ്ഞു കാര്യം കൂടി ശ്രദ്ധിക്കണം. വെറുതെ എഴുതി വെച്ചാൽ പോരാ തലചൊറിഞ്ഞിട്ട്, മറിച്ച് ശരിക്കും ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു സമാധാനമുണ്ടല്ലോ, ഒരു വൈകാരികമായിട്ടുള്ള അനുഭൂതി ഉണ്ടല്ലോ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങിക്കഴിഞ്ഞു, ആ ജോലിയിൽ പ്രവേശിച്ചു, അതിൻ്റെ സാലറി കിട്ടി, ആ സമയത്തൊക്കെയുള്ള ഒരു സന്തോഷമില്ലേ? ഇത് പൂർണ്ണമായിട്ടും അനുഭവിക്കണം. വൈകാരികമായിട്ട് അനുഭവിച്ചുകൊണ്ട് വേണം ഇത് എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ വിധത്തിലുള്ള അഫർമേഷനുകളുടെ ഒരു പവറിനെ കുറിച്ച്, ശക്തിയെക്കുറിച്ച് എൻ്റെ പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നുള്ള പുസ്തകത്തിലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത്രമാത്രം ഗംഭീരമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു വലിയ സ്വപ്നം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഈ വിധത്തിൽ പ്രസൻറ്റ് ടെൻസിൽ ഒന്ന് എഴുതി വയ്ക്കൂ. ഇപ്പം തന്നെ
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ നിങ്ങളുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാൽ വളരെ ഗംഭീരമായിരിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ കാലത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും പിടിച്ചു വയ്ക്കാതിരിക്കുക, മുറുകെ പിടിക്കാതിരിക്കുക. പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. പിരിഞ്ഞു പോയ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്തിട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കും. അല്ലെങ്കിൽ പഴയ കാലത്തെ സുഹൃത്തുക്കളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കും. മനസ്സിലായോ? വെറുതെ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കും. ഇതൊക്കെ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുകയുള്ളൂ. നിങ്ങൾക്ക് യാതൊരു മൂല്യവും തരാത്ത വ്യക്തികളെയും അതുപോലെ യാതൊരു മൂല്യവും ഉണ്ടാവാത്ത ശീലങ്ങളെയുമൊക്കെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയുക. അനാവശ്യമായിട്ട് ഷോർട്സും റീൽസും ഒക്കെ കണ്ട് സമയം കളയുന്നത്, വീഡിയോ ഗെയിമുകൾ കളിച്ച് സമയം പാഴാക്കി കളയുന്നത്, അനാവശ്യമായിട്ടുള്ള സംഭാഷണങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് സമയം വെറുതെ നശിപ്പിച്ച് കളയുന്നത്, മാനസികാവസ്ഥയെ അസ്വസ്ഥമാക്കി കളയുന്നതൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞേക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ചുറ്റുപാടുകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ എനർജിയെ പാഴാക്കി കളയുന്ന വ്യക്തികളെ, അതുപോലെ തന്നെ ആ വിധത്തിലുള്ള സർക്കിളുകളൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെയൊക്കെ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിരാശപ്പെടുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഒരാൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇടുമ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ടൂർ പോകുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊക്കെയുള്ള ആഘോഷങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അയ്യോ എനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് സ്വയം നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന, വില കുറച്ച് കാണുന്ന, അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി നിൽക്കണം. നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് അറിവ് അല്ലെങ്കിൽ സമ്പത്ത് ഇതൊക്കെ തരുന്ന വ്യക്തികളുമായിട്ട് മാത്രം, അല്ലെങ്കിൽ വീഡിയോകളിൽ മാത്രം, പുസ്തകങ്ങളിൽ മാത്രം സമയം ചിലവഴിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്ലാനുകളാക്കി മാറ്റണം. വെറുതെ സ്വപ്നങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തുകയല്ല വേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ ശരിക്കും പ്ലാനുകളാക്കി മാറ്റണം. അത് ഇപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട് എന്നുള്ളത് ഒന്ന് തിരിച്ചറിയണം. അതായത് നിങ്ങൾക്ക് ഒരു വലിയ വീടാണ് വേണ്ടത് എങ്കിൽ അതിനുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളും പണിക്കാരും എല്ലാം ഇപ്പം തന്നെ ഇവിടെ ഉണ്ട്. അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു പ്ലാൻ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കേണ്ടത്. അതാണ് പ്രധാനം. നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രായോഗികമായിട്ടുള്ള പ്ലാനുകളായിട്ട് നിങ്ങൾ മാറ്റണം. ഇനി നാലാമത്തെ കാര്യം, അമിതമായിട്ടുള്ള ആഗ്രഹ പ്രകടനം ഒഴിവാക്കണം, മാറ്റി നിർത്തണം. അതായത് നിങ്ങൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വരും എന്ന് ഉറപ്പാണ്, അല്ലേ? പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ടോ, ഉറക്കം കെടുത്താറുണ്ടോ? അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും. നിങ്ങളിവിടെ പ്രപഞ്ചത്തിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണത് നടക്കുക, എങ്ങനെയാണത് നടക്കുക എന്നൊന്നും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് നിങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കണം, ഉറച്ച് വിശ്വസിക്കണം. എന്നിട്ട് നിങ്ങളുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുക. മനുഷ്യർക്കും പ്രപഞ്ചത്തിനുമൊക്കെ അമിതമായിട്ടുള്ള വ്യഗ്രത കാണിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. നിങ്ങളടുത്ത് വന്നിട്ട് എപ്പോഴും സദാസമയം അതെങ്ങനെ ഇതെങ്ങനെ ഇതൊക്കെ ചോദിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളവരെ മാറ്റി നിർത്തുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിന്. ഇനി അഞ്ചാമത്തെ കാര്യം, കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം. നിങ്ങൾക്കിപ്പോൾ ഒരു വീടുണ്ട് എങ്കിൽ, ചിലപ്പോൾ സൗകര്യങ്ങൾ കുറഞ്ഞതായിരിക്കാം, എങ്കിൽ പോലും അങ്ങനെ ഒരു വീടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വാടക വീടായിരിക്കാം, അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയണം. കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നതിന് നന്ദി പറയണം. നിങ്ങളുടെ ആരോഗ്യം, അതിന് തീർച്ചയായിട്ടും നന്ദി പറയണം. നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് എല്ലാ വാചകങ്ങളുടെയും അവസാനം താങ്ക് യു
എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ വിജയങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ എണ്ണാൻ തുടങ്ങിയാൽ അത് ജീവിതത്തിൽ വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കും സമൃദ്ധികൾക്കും സന്തോഷങ്ങൾക്കുമൊക്കെ പ്രപഞ്ചത്തിനോട് നന്ദി പറഞ്ഞു തുടങ്ങിയാൽ, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്ന വ്യക്തികൾക്ക് നന്ദി അർപ്പിച്ചു തുടങ്ങിയാൽ, ഇതെല്ലാം വീണ്ടും വീണ്ടും 10 മടങ്ങ് വർദ്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടും. ഇനി 6ാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിലെ ആ ആത്മീയതയോട് സംസാരിക്കണം. സ്പിരിച്വാലിറ്റിയെ തിരിച്ചറിയണം. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ, ആത്മീയത എന്ന് പറയുമ്പോൾ മതമാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ടല്ലേ? ആ സമയത്ത് നമ്മളോട് നെഗറ്റീവായിട്ടാണോ സംസാരിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞാനൊരു മടിയനാണ്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഈ വിധത്തിലൊക്കെ പറയുന്നതിന് പകരം പോസിറ്റീവായിട്ട് സംസാരിക്കണം. എനിക്കെല്ലാം സാധ്യമാകും, ഞാൻ വളരെ സമർത്ഥനാണ് അല്ലെങ്കിൽ സമർത്ഥയാണ്, എനിക്കിതിനെല്ലാമുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനുമുള്ള ഈ സമ്പത്തും സമൃദ്ധിയുമൊക്കെ നേടാനുള്ള, അനുഭവിക്കാനുള്ള അർഹതയുണ്ട്. ഈ വിധത്തിൽ പോസിറ്റീവായിട്ട് സംസാരിക്കണം. പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ, ചെറിയ ചെറിയ സൂചനകൾ, സയൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ആവശ്യപ്പെടണം ഇടയ്ക്ക്. അത് ഏഞ്ചൽ നമ്പറുകളായിട്ടോ മറ്റേതെങ്കിലും വിധത്തിൽ സ്വാഭാവികമായിട്ടുള്ള നിമിത്തങ്ങളായിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് സാവധാനം എത്താൻ തുടങ്ങും. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും. വിശ്വാസം വർദ്ധിച്ചാലോ ആ ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ വേഗതയും ഉറപ്പായിട്ടും വർദ്ധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ അത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ചില ആളുകൾ ഇതൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും അവരുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കാരണം കുട്ടിക്കാലം മുതലേ ഉള്ള മോശം അനുഭവങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൽ അടിഞ്ഞുകൂടിയ ശക്തമായിട്ടുള്ള ബ്ലോക്കുകൾ, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അവരെ പിൻവലിക്കുന്നുണ്ടാകും, പലതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ വിധത്തിൽ സ്വന്തം മനസ്സിൻ്റെ തടവറയിൽ പെട്ടുപോയിട്ടുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ ആൽക്കമി 2.0 എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന വിദ്യയാണ് ആൽക്കമി. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ പരാജയബോധത്തെയും കുറ്റബോധങ്ങളെയും പരിമിതികളെയും ഒക്കെ മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെയും ഡീപ്പ് സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയും ഒക്കെ നിങ്ങളെ സമ്പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ഈ പ്രോഗ്രാം ആൽക്കമി 2.0. നിങ്ങളുടെ ജീവിതത്തിലെ വിട്ടുവീഴ്ചകളൊന്നുമില്ലാതെ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം തന്നെ ചേരാം. അതിൻ്റെ വിശദാംശങ്ങൾ, രജിസ്ട്രേഷൻ്റെ രീതികളുമൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിലോ 7736298611 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്ന എന്തും നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയണം. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. വിഷയം ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കും. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കൂ. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.